ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് എളുപ്പത്തിൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു സബോളയും 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ചെറുതീരിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് വരട്ടെ. നമ്മൾ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും 8-10 കപ്പലണ്ടിയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കപ്പലണ്ടി കുതിർക്കാൻ നേരത്തെ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണേ, അപ്പം നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ശേഷം നമ്മൾ പതിയെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലൊന്ന് ഒഴിച്ച് കൊടുത്ത് ചെറുതീയിലിട്ടൊന്ന് മൂടി വയ്ക്കുക. പതിയെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് ശേഷം നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് മല്ലിയിലൊന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും പതിയെ ഒന്നും കൂടെ ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. താങ്ക് യു.